കേരള വഖഫ് ബോർഡ് കേസിൽ കേന്ദ്ര സർക്കാരിന്റെ മുതിർന്ന അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഹാജരായേക്കും. കേന്ദ്ര സർക്കാരിന് വേണ്ടി കേസിന്റെ ഫയൽ സെൻട്രൽ ഏജൻസി ആവശ്യപ്പെട്ടു. സോളിസിറ്റർ ജനറലിന്റെ ഓഫീസിന് വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത് എന്ന് സെൻട്രൽ ഏജൻസി വ്യക്തമാക്കി. ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലഗോപാൽ, വഖഫ് കേസുമായി ബന്ധപ്പെട്ട നിലവിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോദി കേരള വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് കക്ഷിയല്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ കേസിൽ ഹാജരാകാൻ വേണ്ടി ആലോചിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ കക്ഷിയോ അതല്ല എങ്കിൽ നിലവിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയോ ഫയൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ കേന്ദ്ര ഏജൻസിയിൽ നിന്ന് ഈ വഖഫ് ബോർഡിൻ്റെ അഭിഭാഷകനെ ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ ഫയൽ അല്ലെങ്കിൽ കേസിൻ്റെ ഈ ഫയൽ തങ്ങൾക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. സോളിസിറ്റർ ജനറലിൻ്റെ ഓഫീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെ കേസിൻ്റെ ഫയൽ ആവശ്യപ്പെടുന്നതെന്നാണ് കേന്ദ്ര ഏജൻസി സെൻട്രൽ ഏജൻസി സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ അഭിഭാഷകനെ അറിയിച്ചത്. പക്ഷേ സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ അഭിഭാഷകൻ ഈ കേസ് ഫയൽ സെൻട്രൽ ഏജൻസിക്ക് കൈമാറിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്ര നിയമം അതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ട രണ്ട് പേരെ ഈ വഖഫ് ബോർഡിലേക്ക് കൊണ്ടുവരേണ്ടതായി ഉള്ളത്. ആ നിയമവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഹാജരാകാൻ വേണ്ടി ആലോചിക്കുന്നത്. ഒരു പക്ഷേ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോ അഡീഷണൽ സോളിസിറ്റർ ജനറൽമാരിൽ ആരെങ്കിലുമോ ഈ കേസിൽ ഹാജരായി കേന്ദ്ര നിയമത്തെ പിന്തുണയ്ക്കുകയും സംസ്ഥാന ഹൈക്കോടതി കേരള ഹൈക്കോടതി പാസാക്കിയ നിയമത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അല്പം പ്രയാസകരമാകും. കാരണം ഈ വഖഫ് ബോർഡ് കേസിൽ കേന്ദ്രത്തിനോടൊപ്പം ചേർന്ന് കേന്ദ്ര നിയമത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാളെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കൂടി ഈ കേസിൽ കക്ഷി ചേരാനല്ല കേന്ദ്ര സർക്കാർ കൂടി ഈ കേസിൽ ഹാജരാകുന്നതിനുള്ള സാധ്യതകൾ ഇപ്പോൾ പരിശോധിക്കുന്നത്.